ഓ എത്തിയോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഒരുത്തി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് വല്ല വിചാരമുണ്ടോ? അത് 2 ദിവസം തയ്ച്ചെങ്കിലാന്ന് അച്ഛൻ അറിഞ്ഞൂടെ? കുമാരന്റെ മോളെ തൊടാൻ ചങ്കൂറ്റമുള്ളവരൊന്നും ഈ ദേശത്തിലില്ല. പിന്നെ ജില്ലാ കളക്ടർ അല്ലേ? കളക്ടർ സാഹിബിന് ഒരു കത്ത് വന്നിട്ടുണ്ട്. കത്തയക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി. വായിച്ചു പഠിക്ക, നല്ലോണം വായിച്ചോ. അച്ഛനൊന്നും അറിയണ്ടല്ലോ ഞാൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്നറിയോ? നീ കിടന്ന് കാണാതെ വിട്ടിട്ടൊന്നുമില്ലല്ലോ, പണയം വെച്ചിട്ടല്ലേ ഉള്ളൂ. ആ ചതിയൻ ചേട്ടു നോട്ടീസ് അയച്ച കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞു. ദിവസവും ആ കടയുടെ മുമ്പിലൂടെ 10 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എന്നോട് അവനെന്ത് പറഞ്ഞുകൂടായിരുന്നോ? ഇന്നത്തോടെ അവന്റെ പണി ഞാൻ അവസാനിപ്പിക്കും. കുന്നുംപുറത്ത് കുമാരന്റെ ചാരായം കുടിക്കാൻ മാത്രല്ല ചോര വീഴ്ത്താനും അറിയാം. ആ വരുത്തൻ എന്തെന്ന് അറിയണം. അവനെന്ന് ഞാൻ കൊല്ലു കാണിച്ചു തരാം. ഞാൻ കേട്ടു, കഷ്ടായി പോയി. മാഷ ഒന്ന് സേട്ടുനോട് പറയണം അത് വിൽക്കരുതെന്ന്. കുറച്ച് സാവകാശം തന്ന എങ്ങനെയെങ്കിലും ഞാനത് പണം കൊടുത്ത് തിരിച്ചെടുത്തോളാം. മാഷിനറിയാലോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ സമ്പാദ്യം തന്തേ പോയി. അല്ലെങ്കിൽ നമസ്തേ ദോ മഹാമായേ ശ്രീപീഠേ സുരഭൂജിതേ ശംഖചക്രശിഖാഹസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. കുമാരേട്ടൻ അവിടെ എത്തി. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും. എന്താ കുമാര? ഒന്നും അറിയാത്ത പോലെ ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ അറിയിക്കുന്ന ഇവിടുത്തെ മര്യാദ. കടയുടെ മുമ്പ് കിടന്ന് അനാവശ്യം പറയരുത് കുമാര. കുമാരൻ കടന്നു ഇരുന്ന് നരിഞ്ഞൊക്കെ പറയും, നെറികേട് കാണിച്ച എവിടെയും പറയും. എടാ കൊള്ളപ്പലിശക്കാരൻ ചേട്ടു, ഈ നാട്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമ്പോ നിനക്ക് എന്നോട് നേരിട്ട് പറഞ്ഞുകൂടായിരുന്നോ? നിന്റെ ഒരു നോട്ടീസ് നീയാരടാ മനസ്സിലോട്ടോ? ശരിയാ, എന്റെ കുടുംബത്തിന്റെ സമാധാനം നശിപ്പിച്ച സാമദ്രോഹി ഒറ്റ കൂത്ത്. അവന്റെ ഒരു കത്ത്. ഇനി ഞാൻ കാശ് തന്ന പണ്ടെടുക്കുമെന്ന് വിചാരിക്കണ്ട, കൊണ്ടുപോയി വിറ്റ് തിന്നടാ ചേച്ചേ. എന്താടാ കത്തയച്ച ആളെ പഠിപ്പിക്കാം? കുന്നുംപുറത്ത് കുമാരന് ഇത് പുല്ലാടാ പുല്ല്. എടാ പരത്ത പട്ടി, തീട്ടത്തിൽ വീണ് 10 പൈസ നക്കിയെടുക്കുന്ന ചെറ്റ്. കുമാറാ വൃത്തികേട് പറയരുത്, ഞാൻ പോലീസിനെ വിളിക്കും. നിന്റെ ഒരു പോലീസ്? ഈ കുമാരൻ കുറെ പോലീസിനെ കണ്ടടാ, അവര് വരട്ടെ. നിന്റെ കടയിൽ മോഷണല്ല, ഇടുത്തി വീഴടാ ഇടുത്തി. പോലീസ് എന്ന് പറഞ്ഞപ്പോഴും പോലീസ് ശരിയാ. കുമാരൻ പെട്ടു. അങ്ങോട്ട് പോയി. ഇതെന്താ ഇപ്പൊ മാസ്റ്ററടുത്തേക്ക്? കൈയൊക്കെ എടുത്ത് തരിക്കണ്ടേ? ആ കൊണ്ടുവാടാവനെ. മാഷേന്ന് വിളിച്ച നാവുകൊണ്ട് മൈഷേന്ന് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് എത്ര ദിവസമായിട്ടോ?
തീരുമാനം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് വരാതിരുന്നത്. മനുഷ്യനെ വെറുതെ പ്രാന്ത് പഠിപ്പിക്കരുത്. Under Indian Evidence Act 118, anybody can be a witness. But if the prosecution fails to prove the genuinity of the witness in front of the court, the person can be punished under IPC 193 up to 7 years of imprisonment and penalty. എന്ന് വെച്ചാൽ കള്ളസാക്ഷി പറഞ്ഞാൽ 7 വർഷം തടവും പിഴയും. അതുകൊണ്ട് സാക്ഷി പറയുന്ന പ്രശ്നമേ ഇല്ല. Stop it. Don't make me a fool. Don't teach me IPC. Do you know IPC? 1, 2, 3, 4, 5, 6, 7, 8, 9. Oh God, our souls. From every home with the prosperous time. Our cities crowned. Our with the plenty essence. Don't touch it. നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. You know IPC? ഇനി മാഷക്ക് അറിഞ്ഞുകൂടാത്തൊരു വകുപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. സാക്ഷി പറയാതിരിക്കൽ പ്രതിയെ സഹായിക്കില്ല. അങ്ങനെ സഹായിച്ചാൽ ആ ആളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ നിയമമുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ ബോയ്?